സമകാലിക ഭാരതത്തിന്റെ പരിതോവസ്ഥയെ പരിഗണിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഭീതിതമായ ഈ ദുഃഖവെള്ളിയുടെ അലയൊലികൾ നമ്മെ ഭാരപ്പെടുത്തുന്ന ചിന്തകളായി ഹൃദയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായിട്ട് പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സുപ്രധാനമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവ സമൂഹത്തെയും കൂടെ കൂട്ടാനുള്ള BJPയുടെ ശ്രമത്തിനുള്ള വമ്പൻ തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാം. തൃശ്ശൂർ MP ആയിട്ടുള്ള സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തുന്ന നാടകങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. മുട്ടിലെഴിയുന്നു, പിന്നെ കുരുത്തോല പ്രദക്ഷിണത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടത്തിൽ ചേർന്നു. അങ്ങനെ നാടകങ്ങൾ നിരവധിയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇതേ നാടകങ്ങൾ നടക്കുന്ന സമയത്താണ് ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിക്കുന്നത്. അത് നമ്മൾ കണ്ടതാണ്. അതെല്ലാം ചേർത്ത് തന്നെയാണ് ഇവിടെ പാമ്പ്ളാനി പറയുന്നത്. കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മാത്രമല്ല ജബൽപൂരിലും മണിപ്പൂരിലും ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. മുട്ടിലഴിഞ്ഞും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തും നടത്തിയ നാടകങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചേർത്ത് പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ജോസഫ് പാമ്പ്ളാനി ബിഷപ്പ് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ജനത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിഷ്കളങ്കനെ കൊലയ്ക്ക് കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നാം സങ്കടത്തോടെ വായിക്കുന്ന പീഡാനുഭവ ചരിത്രമാണ്. ഓർക്കുക, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മതവും രാഷ്ട്രീയ അധികാരവും സംഘാതമായി പരിശ്രമിക്കുമ്പോൾ ഏത് നിഷ്കളങ്കനെയും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തല് ഈ ദുഃഖവെള്ളിയുടെ ഭീതിതമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സമകാലിക ഭാരതത്തിന്റെ പരിതോവസ്ഥയെ പരിഗണിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഭീതിതമായ ഈ ദുഃഖവെള്ളിയുടെ അലയൊലികൾ നമ്മെ ഭാരപ്പെടുത്തുന്ന ചിന്തകളായി ഹൃദയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. യഹൂദ മതനേതൃത്വവും റോമൻ ഭരണകൂടവും ഒരു മനസ്സോട് ഒരുമിച്ച് ചേർന്നപ്പോൾ, അവരുടെ അധികാരം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒരുമിച്ച് ചേർന്നപ്പോൾ, ക്രിസ്തുവും അവന്റെ സുവിശേഷവും അവന്റെ അനുയായികളും അവന്റെ ആദർശങ്ങളും അങ്ങേയറ്റം വലിയ രാജ്യദ്രോഹവും സാമൂഹിക വിപത്തുമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവര്, ഇന്ന് ജബൽപൂരിലാകട്ടെ, മണിപ്പൂരിലാകട്ടെ, അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ, എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഈ കണ്ണൂർ നഗരത്തിൽ നാം നടത്തിയതുപോലെ ഒരു പരിഹാര പ്രദക്ഷിണം നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങള് ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ അർത്ഥമെന്ന് ചോദിച്ചാല്, മതവും രാഷ്ട്രീയവും തമ്മില് അനാവശ്യമായ സഖ്യം ചേരുമ്പോൾ അത് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും നിഷ്കളങ്കർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാനും നീതിയും സത്യവും കുഴിച്ചുമൂടപ്പെടാനുമുള്ള അവസരമൊരുക്കും എന്നുള്ളതിന്റെ സാക്ഷ്യം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് നാം തിരിച്ചറിയണം. ഈ ദുഃഖവെള്ളി ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അതിനുവേണ്ടി അപരനെ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാ മുറിവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച
ക്രിസ്തുവാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ മാതൃക. പ്രിയപ്പെട്ടവര്, മതമർദ്ദനത്തിന്റെ അലോലികൾക്ക് നടുവില് ക്രിസ്തീയത ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം നിയോഗിക്കപ്പെടുമ്പോഴും ആരോടും പ്രതികാരമില്ലാതെ, ആർക്കും നാശം വരണമെന്ന് ആഗ്രഹിക്കാതെ കർത്താവിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. സ്നേഹത്തിന്റെ, കരുണയുടെ ഈ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഇവരെ കൊണ്ടാവുന്നില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് ഈ കുരിശിന്റെ വഴി സമാപിപ്പിക്കാം.